ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അരിയുണ്ടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അരിയുണ്ട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് അരിയുണ്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കല്ല് പോലെ ആയി പോകുന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. 1-2 ദിവസം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന അരിയുണ്ടയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു 5 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് 2 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ബ്രൗൺ റൈസ് ആണ്. നന്നായിട്ട് കഴുകിയിട്ട് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. വെള്ളം നന്നായിട്ട് വാർന്നു പോയതിനു ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. ശർക്കര ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് മെൽറ്റായി കിട്ടണം. അപ്പം അരി ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പം അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയിൽ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ശർക്കരയും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പിൽ ഫുള്ളായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു 1.25 കപ്പ് തേങ്ങ എടുക്കാം. തേങ്ങയുടെ അളവ് ഒട്ടും തന്നെ കുറയണ്ട. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ തേങ്ങയിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞാലാണ് അരിയുണ്ട കേടാവാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. 2-3 ബാച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി. അധികം നൈസായിട്ട് പൊടിച്ചെടുക്കണ്ട. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതാണ് കൂടുതൽ നല്ലത്. ഇതൊരു നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. പലതരത്തിലുള്ള ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പരിപ്പ് വടയുടെയും ബോണ്ടയുടെയും ഉള്ളിവടയുടെയും ഒക്കെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ അതാ ഒരു 4 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ. ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ അരി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് വരും. ഇതിൽ ഞാൻ വേറെ കപ്പലണ്ടിയോ കാഷ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അരിയും തേങ്ങയും ശർക്കരയും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഉണ്ട റെഡിയാക്കി എടുക്കുന്നത്. പക്ഷെ നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. ഈ അരി പൊടിക്കുന്ന സമയത്ത് ഏലക്ക ചേർക്കാനായിട്ട് മറക്കരുത്. ഞാൻ അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. ഞാൻ 2ാമത്തെ ട്രിപ്പ് അരി പൊടിച്ചെടുത്തപ്പോൾ അതിലേക്ക് ഒരു 4 ഏലക്ക തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഏലക്കയുടെ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പം അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ഒരുപാട് അങ്ങ് ചൂടാറണ്ട. കൈ പൊള്ളാത്ത അത്രയും ചൂടാവുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാം. കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഉണ്ട ഇതുപോലെ തന്നെ 1-2 ദിവസം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പെട്ടെന്ന് കേടാവില്ല. നമ്മളതുപോലെയാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ, നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്വാദ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക് യു.